ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. ഒരു കുറേ ദിവസമായിക്കണം വെച്ച് പാനിപ്പൂരി ഉണ്ടാക്കി തരുമോ പറയുന്നത്. അപ്പോൾ ഞാൻ സുഖത്തിലവിടെ ഫോണും കണ്ട് ഞാൻ റിലാക്സ് ആയപ്പോഴാണ് സ്വയം തരാതെ ഇന്ന് ഈ പണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത് ഉണ്ടാക്കി കൊടുത്താൽ ഇന്ന് സ്വയം കൊടുത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ പാനിപ്പൂരി വയ്ക്കും. സോ ലെറ്റ്സ് ജോയിൻ. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മസാല ഉണ്ടാക്കണം, പൊട്ടാറ്റോ മസാല. അപ്പോൾ അതിന് ഇതാക്കുന്നത് നമ്മൾ കിഴങ്ങ് ഇതാക്കുന്നത് ബോയിൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമോ. പിന്നെ ഇതാക്കുന്നത് അതിക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിക്കുള്ളതിന് ഇത് മിക്സ് ആക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുണ്ടാക്കും. അതിക്കുള്ള പാനികൾ ഉണ്ടാക്കണമല്ലോ, ശർക്കര പാനി. പിന്നെ ശർക്കര പാനി പറയുമ്പോൾ വെറും അതല്ല കേട്ടോ, പുളിയൊക്കെ ഇട്ട് കണ്ടുള്ളതാണ്. പിന്നെ നമ്മളെ ചപ്പൊക്കെ ഇട്ട് കണ്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടനുസരിച്ചിട്ട് നമുക്കതിന് വെള്ളം എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ ഉള്ളതിനനുസരിച്ച് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പുളി ഇതാക്കണം. നമുക്ക് ആവശ്യമുള്ള അത്ര കിടക്കുക, കറക്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് പുളി വേണം. അപ്പോൾ നമ്മൾ പുളി ഇട്ടെടുക്കട്ടോ. ഇതിൻ്റെ അമ്മ സൂപ്പറായിട്ട് കുരു കുത്തി, ഇതിൻ്റെ അമ്മ കുത്തിയാണോ എനിക്കറിയില്ല, വാങ്ങിയതാണോ അറിയില്ല കേട്ടോ. എന്തായാലും കുരുവൊന്നും ഇല്ലാത്ത നല്ല പുളിങ്ങനെ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ അത്ര മതി കേട്ടോ. ഓവർ പുളി ആയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മതി. ഞങ്ങൾ ആരുടെ വാസമല്ല. ഇനി വേണ്ട നമ്മൾ മുളക് പിടി, മുളക് ഉണ്ടാവും. മുളക് അതിട്ടെടുക്കാം, കുറച്ചിട്ടെടുക്കാം കേട്ടോ. കോരി എത്ര ഇട്ടെടുക്കരുത് കേട്ടോ. പിന്നെ ആർക്കും തിന്നാൻ വയ്ക്കില്ല, ബാത്റൂമൊക്കെ ഉപയോഗിക്കാം. കുറച്ചിട്ടെടുക്കാം. പിന്നെ നമുക്കിത് ക്രോസ് ചെയ്യാം. പിന്നെ ജീരകമൊക്കെ വെച്ച് പിന്നെ കുറച്ച് ജീരകം കണ്ടോ. ഇത് നമുക്ക് ഇതിന് ജീരകം കടുകൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്കണം ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടെടുക്കും. ഓവറാക്കരുത്. ഇട്ടിട്ട് വേണ്ട എടുത്തോ. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് എന്താ വെച്ചാൽ എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു പാനിയാണ്. അപ്പോൾ അതിക്ക് ഷുഗറല്ല, ശർക്കര ആണ്. അപ്പോൾ ഇട്ടെടുക്കാം. ഇട്ടുക. അപ്പോൾ അത് ഇനി അവിടെ കടന്നിട്ട് ബോയിലാകട്ടെ കേട്ടോ. എന്നിട്ട് കാണാം നമുക്ക്. സോറി കുറച്ച് ഉപ്പ്, നമുക്ക് എന്തൊക്കെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ആ കുറച്ച് ഉപ്പ് ഇട്ടാൽ, കുറച്ചെന്ന് പറഞ്ഞാൽ സോൾട്ട് ടു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് കുറച്ച് മതി, കാരണം പുളിയൊക്കെ ഉള്ളല്ലോ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ ഉപ്പ് മാത്രം മതി കേട്ടോ. കൂടുതൽ ഉപ്പ് ഇട്ടിട്ട് ആർക്കും പ്രഷർ കയറ്റണ്ട. മതി കുത്തി അങ്ങനെ കുത്തി നിർത്ത് കുട്ടി. അടുത്തത് ഇതിനും ഓളിനെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓളിങ്ങനെ എടുത്ത് തരുന്നുണ്ട്. ഇതിങ്ങനെ ഓളാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓളാക്കാണ്. ഗതികേടുണ്ട്, എല്ലാ പണിക്കും ഗതികേടുണ്ട്. പാനിപൂരി പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലേനോ. ഇപ്പോൾ മനസ്സിലായില്ലേ? എടുത്തൂടെ അങ്ങോട്ട് എടുത്തൂടെ. പിന്നെ നമ്മളെ ഷുഗർ പാനി അല്ല, ഷുഗറിന് വരുന്നുള്ളൂ. അതിൽ ഇതാക്കണം നമ്മൾ ഈ പാനി റെഡി ആക്കണം കേട്ടോ. പാനി, ശർക്കര പാനി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശർക്കരയൊക്കെ മെൽറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പും മധുരം പുളിയും എരിവൊക്കെ കറക്റ്റാണോ നോക്കട്ടോ. കുറച്ചും കൂടി ശർക്കര വേണം, മധുരം വേണം. അപ്പോൾ നമുക്കൊരു ഹാഫ് പീസും കൂടി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അങ്ങനെ കട്ടായി കിട്ടും നോക്കട്ടോ. പറയാ മിക്സ് ഉണ്ടാക്കട്ടോ. മിക്സല്ല മസാല, പൊട്ടാറ്റോ മസാല. ഇതിക്ക് പല ആൾക്കാരും മിക്സറും പിന്നെ കടലൊക്കെ ഇടലുണ്ട്. ഞങ്ങൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഞങ്ങളെ പാനിപ്പൂരി ഇങ്ങനത്തെ സ്റ്റൈലാണ്. ഞാൻ അതിൽ കുറേ വട്ടം ഉണ്ടാക്കിക്കണേ, പക്ഷെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കലും. നമുക്ക് ചപ്പിട കേട്ടോ. കുറച്ച് എടുത്തോളൂ. ചപ്പ് ഉപ്പിടാൻ പാടില്ല കേട്ടോ. ഒരു തുള്ളി ഉപ്പ് ചേർക്കാൻ പാടില്ല. ഇനി നമ്മളിത് മിക്സ് ആക്കാം കേട്ടോ. മിക്സ് ആവണില്ല കേട്ടോ. ഭയങ്കര ശക്തിയൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ട്. ശക്തിയിൽ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ മറിച്ചിട്ടുണ്ട്. പൊട്ടണ പാത്രമൊക്കെ എടുത്തിട്ടാണ്ട് പൊട്ടിച്ചാൽ നിൽക്കണ്ട. അപ്പം മരത്തിന് ചീത്തിട്ടു.
അതുകൊണ്ട് ഞാനിങ്ങനെ കുത്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. വേറെ പാത്രം പൊട്ടിയാലിൻ്റെ വീട്ടിലത്തെ ഡയലോഗ് ഇജ്ജ് പോകുമ്പോൾ പന്തലേക്ക് പാത്രം കൊണ്ടുപോയിക്കൊണ്ടിരുന്നാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ പഞ്ചായത്തുകാരൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്നതുകൊണ്ട് ഇവർക്ക് കൊടുക്കാം. കുത്തി റെഡിയാക്കുന്നുണ്ട്. ഇനി എൻ്റെ മുഖത്തേക്കൊക്കെ സ്പൂണിൻ്റെ കുഴയൊന്നും നമുക്ക് നടക്കാത്തതുകൊണ്ട് പത്തിരി കുഴക്കട്ടോ. ചപ്പാത്തിക്കും പത്തിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ കുഴക്കണമെന്നില്ല. സത്യത്തിൽ ഇത് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി. ഇതാ ഇങ്ങനെ തേങ്ങ നല്ല ഒടയാണ് കേട്ടോ. ഇതായിട്ടോ മസാല ആയിട്ടോ. ഇനി നമുക്ക് ആരും കാണാതെ അതുകൊണ്ട് മിക്സ് ആക്കി ഓഫാക്കണം. എടുക്ക് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓഫാക്കാം. ഇനി നമ്മൾ ഇതിക്കുള്ളതായിട്ട് എടുക്കുന്നത് ചപ്പിട്ട് എടുക്കട്ടോ നമുക്ക് ആദ്യം. ഇനി പൊതിന ഇട്ടെടുക്കട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. ഇഞ്ചി എടുക്കട്ടെ കേട്ടോ. ഞങ്ങളെ വീട്ടിലുണ്ടായി ഇഞ്ചി കേട്ടോ. എൻ്റെ അപ്പാക്ക് കൃഷി ചെയ്യണമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഉണ്ടാക്കിയ ഇഞ്ചിയാണ് ഇത്. ഇതാ കുറച്ച് ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി മതിയിട്ട് ഇഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് കേൾക്കാം വരും. ഈ ഇഞ്ചി ഞാൻ തോല് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വരണ്ട. അത് നമ്മളെ വീട്ടിൽ ഉണ്ടായ ഇഞ്ചിയാണല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതൽ എന്താ പറയുക വളമി കാര്യങ്ങളും കീടനാശിനികളും ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ചെറിയ വടിയുണ്ട്. ഇത് ചെറിയ ഇഞ്ചിയാണ്. അപ്പോൾ തോല് കളയണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേൾക്കണില്ല. സോറി, കേക്കികൾ ചെത്തണില്ല തോല് ഇടാട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക്, കുറച്ചല്ല കൂടുതൽ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് അറിയാൻ കുറച്ച് വെള്ളം മതിയില്ലേ. അപ്പോൾ ഈ വെള്ളം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞാലും വെള്ളത്തിൽ തെറിച്ചിച്ച് കണ്ട് ചീത്തട്ടല്ലേ വഴി ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞു നമുക്കിത് മിക്സാക്കാം. മിക്സാക്കാൻ പറഞ്ഞാൽ ഞാനല്ല മിക്സ് ആക്കണം, മിക്സർ മൂടി വെച്ച് എല്ലാ ക്ലിപ്പും ഇടണം കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞാനിത് മിക്സ് ആക്കിയിട്ട് വരാം. മിക്സ് അടിച്ചിട്ട് വരാം. അതൊക്കെ കേട്ടിക്കണം. ഓഫായിക്കോളെ. ഞാൻ ഉണ്ടല്ലോ ഈ ആയ പാത്രങ്ങൾ അപ്പം തന്നെ ക്ലീൻ ആക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക, അത് അരിച്ചല്ലേ. അപ്പോൾ ആ സ്പൂൺ ഇപ്പം തന്നെ കഴിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിക്കിടാം. അത് നമ്മൾ ശർക്കര പാനില്ലേ, അതും കൂടെ ഇതിക്ക് പാരാം കേട്ടോ. പാനിപ്പൂരി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനം കേട്ടോ. അതിലേറ്റവും ഇഷ്ടം ആ ചപ്പിൻ്റെ പാനില്ലെങ്കിലും ഈ പാനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കോരി കുടിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ്. കാരണം എനിക്കൊന്നാമത് എരിവും പുളി അല്ലെങ്കിലും ഇത് മിക്സായൊരു സംഭവം ഉണ്ടല്ലോ. എരിവും പുളി മധുരം അങ്ങനത്തെ ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ശർക്കര പാന് റെഡി ആയിട്ടോ. ഇങ്ങനൊരു മുറത്തിൽ നമ്മൾ വേസ്റ്റ് ആക്കിയാൽ ഇപ്പോൾ കണ്ടോ ടേബിളിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫുള്ള് വേസ്റ്റ് ഇതിലുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പുറത്ത് തൊടു കൊണ്ടിരിക്കാൻ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ തൊടും കാണാൻ പോകുമ്പോൾ നമ്മൾ തൊടുന്നല്ല, എന്നാലും നമ്മൾ വേസ്റ്റ് ഇടാം. പ്ലാസ്റ്റിക് ഒന്നും ഇടില്ല, ഇങ്ങനത്തെ വേസ്റ്റ് ഇടാം. ഇതാണ് കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇടും. അപ്പോൾ എന്തായി, പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുറ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ പാനിപ്പൂരിൻ്റെ പൂരി ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ 2 പാക്കാട്ടോ വാങ്ങിക്കുന്നത്. ഫസ്റ്റൊക്കെ ഞാൻ ഈ പൂരി ഉണ്ടല്ലോ ഉണ്ടാക്കിയൊക്കെ ചെയ്തിൻ്റെത്. ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മൾ റവ ഉണ്ടല്ലോ, റവ കുഴച്ചിക്കാണ്ട് പരത്തി ഉണ്ടാക്കി. അത്ര ഇഷ്ടമാണ് പാനിപ്പൂരി. അപ്പോൾ റവ കുഴച്ച് ഉണ്ടാക്കി പരത്തി ലാസ്റ്റ് ഞാൻ കുഴഞ്ഞ് ഈ മിക്സാളും പരത്തി കുഴച്ച് ഉണ്ടാക്കി. പിന്നെ നമ്മൾ പരത്തി കുഴച്ചുണ്ടാക്കുമല്ലോ, അപ്പോൾ അത്യാവശ്യം എല്ലാം കുഴങ്ങും. ലാസ്റ്റ് ഞാൻ നിർത്തി കേട്ടോ കുഴക്ക. ഞാൻ ഉണ്ടാക്കണില്ല പറഞ്ഞാണ്ട് കുറച്ച് ആവശ്യത്തിനെല്ലാം എടുത്തുക്കാണ്ട് ഉണ്ടാക്കി ഇതാക്കി. പിന്നെ അനിയത്തി നമ്മൾ ബാക്കി ഞാൻ പരത്തിക്കൊണ്ട് പറഞ്ഞാണ്ട് റവയല്ലേ ഭയങ്കര പണിയാണ് പരത്താൻ. പിന്നെ പിറ്റത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് പൊരിക്കേണ്ട സാധനം ഉണ്ടല്ലോ, നമ്മൾ പപ്പടം പൊരിക്കണ പോലത്തെ അങ്ങനത്തെ സാധനം വാങ്ങാൻ കിട്ടൽ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ സിമ്പിളായില്ല. മിക്സ് ഉണ്ടാക്കി വലിയ പണിയൊന്നുമില്ല. മിക്സ് ഉണ്ടാക്കി പനിയൊക്കെ ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. പെട്ടെന്ന് കഴിയും. നമുക്കിഷ്ടമല്ല പണി സാധനം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് പണി ഈസി ആവുമല്ലോ. അങ്ങനെ പിന്നെ പൊരിക്കല്ലേ കിട്ടി. അപ്പോൾ നമ്മൾ പൊരിച്ച് സിമ്പിളായല്ലോ. അപ്പോൾ അതും എടുക്കണ്ട. അപ്പോൾ നമുക്ക് വെറും മിക്സ് ഉണ്ടാക്കിയാൽ മതി.
പാനി ഉണ്ടാക്കിയാൽ മതി. സംഭവം റെഡിയാണ്. പാക്കറ്റ് കിട്ടും, നമുക്ക് പൂരിൻ്റെ തന്നെ പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കൊടുന്നാണ്ട് തിന്നാം. അപ്പോൾ ഈ തിന്നുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കുത്തിയാണ്ട് ഓട്ടാക്കും കേട്ടോ. ഈ മിക്സ് ഇതിലേക്ക് കുറച്ചെടുത്തുകാണ്ട് ആക്കട്ടോ. ഇനി നമ്മൾ 2 പാനികളും ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഒഴിക്കട്ടോ.